പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ 2026 ആദ്യ ദിനങ്ങളിൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ കൂടി വരുവാൻ യഹോവയായ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിന് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60 അധ്യായം 22 വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ഐസിയ ചാപ്റ്റർ 60 വേഴ്സ് 22. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഹല്ലേലൂയ. വചനം നമുക്ക് പരിചിതമാണ്, കേട്ടിട്ടുള്ളൊരു വചനമാണ്. ഇന്ന് ഈ 2025 നമ്മളെ വിട്ടുപോയി. ഒത്തിരി അനിഷ്ട സംഭവങ്ങളും അക്രമങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ നമ്മൾ കേട്ടു. സാധാരണ ഒരു 10 വർഷം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുതുമയല്ലാതെ മാറി. പണ്ട് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു നെഞ്ചിടിപ്പ് പോലെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു പുതുമയല്ല. 3-4 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ഇന്നും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ വെടി ഉതിർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിസൈൽ വർഷവും ബോംബ് വർഷവും. ഇപ്പം യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞ് അമേരിക്കയും ഇറാനും നേർക്കുനേർ നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പുതുമയല്ല. ഇത് അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ പത്രദ്വാര മാധ്യമങ്ങൾ ദ്വാര എടുത്തു വായിച്ചു നോക്കിയാൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ആളുകൾ പെട്ടെന്ന് ആകൃഷ്ടമാകുന്നതും നമ്മുടെ ദൃശ്യ മാധ്യമ ചാനലുകൾ അത് പ്രത്യേകമായി അതിനെ ആകർഷിച്ച് അക്രമങ്ങളും അനിഷ്ട സംഭവങ്ങളും ഏതെങ്കിലും അശ്ലീല കഥകളും ഉണ്ടെങ്കിൽ അതിനെ നിറം പിടിപ്പിച്ച് അതിന്മേൽ മാത്രം, പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമിൽ അതിൻ്റെയൊക്കെ പുറകെ മാത്രം നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ വർഷങ്ങൾ നമ്മളെ വിട്ടുപോയപ്പം ഒരുപാട് സാഹചര്യങ്ങൾക്കപ്പുറത്തൂടെ നമ്മൾ കടന്നുപോയി. അതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഭക്തന്മാരായി ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ച് ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രയത്നമോ നമ്മുടെ പുണ്യപ്രവർത്തികളോ അല്ലെങ്കിൽ നമ്മൾ നീതിമാന്മാരായി ജീവിച്ചത് കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിന് നമ്മളോടുള്ള ദയ തോന്നിയതുകൊണ്ട്, ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നിയതുകൊണ്ട് ഒരാണ്ടുകൂടെ നിൽക്കട്ടെ ഫലം കായ്ച്ചുകൊള്ളും എന്ന് വിചാരിച്ച് ദൈവത്തിന് ഇഷ്ടം തോന്നിയതുകൊണ്ട് നമ്മളെ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് അത് സത്യമായ കാര്യം. ഇന്ന് നമ്മളെ നിർത്തി. ഇന്ന് ആണ്ടിന്റെ ആരംഭം കണ്ട അനേകർ 2025 കണ്ട ഒത്തിരി പേര് 2026 ഇല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക അവരെല്ലാം ദുഷ്ടന്മാർ. അല്ല, അവർ ദുഷ്ടന്മാരായതുകൊണ്ടല്ല, മറിച്ച് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതിലപ്പുറം നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നുണ്ട്. ചിലതുകൂടി ചെയ്യാൻ പറ്റും, നമ്മെ കൊണ്ട് ചിലതുകൂടി ഈ ലോകത്തിന് ചെയ്യാൻ പറ്റും, നമ്മെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇത് തമ്പുരാൻ നമ്മെ കുറിച്ച് വിചാരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമാണ് ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും തന്ന് ഈ ഭൂപ്പരപ്പിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് ഈ പകലില് അല്ലെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന സമയം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പം ആ വായിച്ച വാക്യത്തിലേക്ക് വരട്ടെ. ഈ കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഈ വാക്യം ഈ 2026 തുടക്ക സമയത്ത് ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് പ്രിയരെ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ തള്ളപ്പെട്ട, ഒതുക്കപ്പെട്ട, ഒറ്റപ്പെട്ട മേഖലകളുണ്ട്, ഞെരുക്കപ്പെട്ട മേഖലകളുണ്ട്. ഈ ഞെരുക്കപ്പെട്ട മേഖലകൾക്കകത്ത്, ഒറ്റപ്പെട്ട മേഖലകൾക്കകത്ത് നമുക്ക് മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയ മേഖലകൾക്കകത്ത്, ഹല്ലേലൂയ, ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയ ഇടത്ത് അവിടെ ദൈവം നമ്മളെ നിർത്തി. നമ്മുടെ മിടുക്കും നമ്മുടെ സാമർഥ്യവും ഇല്ലാതെ ദൈവം നമ്മളെ നിർത്തി, അല്ലെ? ദൈവം നമ്മളെ നിർത്തിയ ദൈവത്തിന്റെ കൃപയുണ്ട്. എന്നിട്ട് സാഹചര്യത്തിനപ്പുറത്ത്
ഞെരുക്കത്തിനകത്തൂടെ കടത്തിവിട്ട് ഇരുമ്പ് പഴുത്തപ്പുറത്ത് വന്നിട്ട് അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നത് പോലെ, ഒരു സ്വർണം അതിൻ്റെ ശുദ്ധീകരിക്കപ്പെട്ട തങ്കമായി പുറത്തു വരുന്നത് പോലെ നമ്മളെ കടത്തിവിട്ട ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. എന്നിട്ട് നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഇതെന്തിനെന്ന് ചോദിക്കുമ്പം, ഇന്ന് കുഞ്ഞെ, നീ കഴിഞ്ഞ കാലഘട്ടത്തിൽ വേദനപ്പെട്ട, ഞെരുങ്ങിയ, ഒറ്റപ്പെട്ട, നിന്നെ തള്ളിക്കളഞ്ഞ, നിന്നെ മാറ്റി നിർത്തിയ, നിന്നെ വേണ്ട എന്ന് പറഞ്ഞ്, നിന്നെ ആശ്രയിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ്, നീ ഭാഗ്യം കെട്ടവനാണ്, ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിടത്ത് നിന്നെ ദൈവം കരം പിടിക്കുക. ഒന്നുകൂടെ പറയട്ടെ, ആർക്കും വേണ്ട എന്ന് തോന്നി മാറ്റുന്നിടത്ത് ദൈവത്തിന് നിന്നെ വേണം. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ്, അതേ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം അങ്ങനെയാ കുഞ്ഞെ. ദൈവത്തിനൊരു പക്ഷി ആവശ്യമൊന്ന് ഏലിയാവിന് ആഹാരം കൊടുക്കാൻ. നല്ല വെളുത്ത, നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള അരയന്നവും വെളുത്ത കൊക്കിനെയും നല്ല വൃത്തിയുള്ള പ്രാവും അതെല്ലാം മാറ്റി വെച്ചിട്ട് തമ്പുരാൻ തെരഞ്ഞെടുത്തത് കാക്കയാണ് തെരഞ്ഞെടുത്തത്. ദൈവത്തിന് ഇഷ്ടം കാക്കയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടം ഒരു കാക്കയെ ആക്കുന്നതായിരുന്നു. ദൈവത്തിന് വാഹനമേറി പോകാൻ കർത്താവിനൊരു മൃഗത്തെ ആവശ്യം വന്നു. കർത്താവിന് ആവശ്യം വന്നു. കർത്താവ് അന്നത്തെ അമ്പര ചുംബിയായ ആനയെയും അല്ല, അന്നത്തെ പ്രൗഢി കാണിക്കുന്ന കുതിരകളെയും അല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. കർത്താവ് പറഞ്ഞു, എനിക്കൊരു കഴുതക്കുട്ടി, ആരും കയറാത്തൊരു കഴുതക്കുട്ടി ഉണ്ട്, അതിനെ അഴിച്ചുകൊണ്ട് വാ. ആ കഴുതക്കുട്ടിയുടെ പുറത്താ ഈ മൃഗത്തെ എല്ലാവരും ഉപയോഗിക്കുന്നില്ല, എല്ലാവരും പുച്ഛത്തോടെ കാണുന്ന, എല്ലാവരും മാറ്റി നിർത്തുന്ന, ചുമട് വഹിക്കുന്ന ആ മൃഗം, എല്ലാവരും തള്ളപ്പെട്ട മൃഗം മതി കർത്താവിന് ഒരിക്കൽ കുറച്ച് പാത്രങ്ങൾ വീഞ്ഞു പകരാൻ, പച്ചവെള്ളം പകർന്ന് വീഞ്ഞു പകരാൻ പാത്രങ്ങൾ ആവശ്യം വന്നു. അപ്പോൾ അകത്തിരിക്കുന്ന വീഞ്ഞു പകർന്ന് തീർന്ന പാത്രങ്ങൾ അത് കർത്താവ് മേടിച്ചില്ല. മറ്റു നല്ല വിലപ്പെട്ട പാത്രങ്ങൾ, അകത്തെ പാത്രങ്ങൾ മേടിച്ചില്ല. കർത്താവ് തെരഞ്ഞെടുത്ത പുറത്തു കിടന്ന പുറംപാത്രങ്ങളെ തെരഞ്ഞെടുത്തത്. പുറത്തു കിടന്ന പുറംപാത്രം തെരഞ്ഞെടുത്ത് അത് മതി എന്നാ കർത്താവ് പറഞ്ഞേ. ആ പാത്രത്തിനകത്താ കർത്താവ് വീഞ്ഞു പകർന്നത്. ഹല്ലേലൂയ. അതേ, 5-6 പറ വീതം കൊള്ളുന്ന കാൽ കഴുകുന്ന കൽപാത്രം അത് മതിയെന്ന, പുറംപാത്രം മതിയെന്ന കർത്താവ് പറഞ്ഞത്. കർത്താവിന് ചില മനുഷ്യരെ ആവശ്യം വന്നു. ഈ സുവിശേഷം ഒന്ന് ലോകത്തെ അറിയിക്കാൻ ആദ്യം തെരഞ്ഞെടുത്തത് മഗ്ദലക്കാരെ, മറിയകളും, ആരും വില കൊടുക്കാത്ത മറിയും ശലോമയും സ്ത്രീകളെ, പിന്നീട് കടൽപ്പുറത്ത് മീൻ പിടിച്ചുകൊണ്ട് തരുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് പറഞ്ഞു, ഇതും മതി എന്റെ ശുശ്രൂഷ, എന്റെ ശേഷം ഈ ശുശ്രൂഷ തികയ്ക്കാൻ എന്റെ പിന്നാലെ ഈ മത്സ്യം മീൻ പിടിക്കുന്നവര് മതി. അതേ, മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും സന്നദ്ധി സംഘവും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ പുരോഹിതനും മഹാപുരോഹിതനും ഒക്കെ മാറ്റി നിർത്തിയിട്ട് കർത്താവ് തെരഞ്ഞെടുത്തത് ഈ മുഖ്വന്മാരെയാ. മതി, കർത്താവിനത് മതി. ഇന്ന് നീ യാഥാർത്ഥ്യം പറയട്ടെ, കർത്താവ് തെരഞ്ഞെടുക്കുന്നത് നിന്നെയാണ്. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെയാ കർത്താവിന് ആവശ്യമുള്ളത്. മാറ്റി നിർത്തി ഒറ്റപ്പെട്ട് മറ്റാരും അതേ സാധമില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കി, നിന്റെ കാര്യത്തിന് മാത്രം ഒരു തീരുമാനമില്ല, നീക്കുപോക്കില്ല, നീ ഒരു ഭാഗ്യം കെട്ടവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന നിന്നെയാണ് കർത്താവിന് ആവശ്യം. ഈ തലമുറയിൽ നിന്നെയാണ് കുഞ്ഞെ കർത്താവിന് ആവശ്യം. നിന്നെയാണ് കർത്താവിന് ആവശ്യമുള്ളത് കുഞ്ഞെ. നിന്നെയാണ് കർത്താവിന് ആവശ്യം. നിന്റെ മേലാണ് തിരഞ്ഞെടുപ്പ്. എന്നിട്ട് ഒരു വാക്തത്വം അതിലേക്ക് വരാം. കുറഞ്ഞവൻ, നിന്റെ പേരാ കുറഞ്ഞവൻ. നിന്റെ നേരാ കുറഞ്ഞവൻ എന്നൊരു പേര്. കുറഞ്ഞവൻ 1000, അതാ വാക്ക്. കുറഞ്ഞവൻ 1000 ചെറിയവൻ അവൻ മഹാജാതിയുമായി തീരും. നിന്റെ പേര് കുറഞ്ഞവന്റെ പിന്നെ നോക്കുമ്പോൾ കാണുന്നത് 1000. അതിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ നമ്പർ നോക്കിക്കേ. ചെറിയവൻ മഹാജാതിയുമായി തീരും. ഒന്നുമില്ലെന്ന് പറഞ്ഞവനെ അതേ അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു മഹാജാതിയാകും. അതുപോലെ നിവർത്തിക്കുന്ന തമ്പുരാന്റെ ഇഷ്ടം ആയിത്തീരും. ഇനി അടുത്തൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യഹോവയായ ഞാൻ, ദൈവത്തിനൊരു വാക്ക്, തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. എനിക്കൊരു മറുപടി കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് കാത്തിരിക്കുന്ന നിന്നോട് ആത്മാവി വിളിച്ചു പറയട്ടെ, തക്ക സമയത്ത് ശീഘ്രമായി നിവർത്തിക്കും. ഹല്ലേലൂയ. തക്ക സമയത്ത് ശീഘ്രമായി നിവർത്തിക്കും. വാക്ക് കേട്ടോ, വേഗത്തിൽ, തക്ക സമയത്ത്, ദൈവത്തിന്റെ റൈറ്റ് ടൈമിൽ ശീഘ്രമായി നിവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. തക്ക സമയത്ത് ശീഘ്രമായി നിവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. 2026 ഉറപ്പിച്ച് നിന്നോട് പറയട്ടെ, തക്ക സമയത്ത് നിനക്ക് വേണ്ടി ശീഘ്രമായി പ്രവർത്തിക്കുന്ന യഹോവ ഈ ആണ്ടിൽ നിന്നോട് കൂടിയിരിക്കും. തക്ക സമയത്ത് ശീഘ്രമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഹോവ നിന്നോട് കൂടിയിരിക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ ഈ 2026 അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരോട് കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. അവരുടെ ആവശ്യങ്ങൾക്കകത്ത് ഇടപെടുന്ന സകല മേഖലകളിലും യേശു കർത്താവ് കൂടിയിരിക്കും. തക്ക
തക്ക സമയത്ത് ശീഘ്രമായി പ്രവർത്തിക്കുന്ന ദൈവ ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. നിരാശകൾ മാറുന്ന വർഷമായി, സാഹചര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ, പുറം ലോകം എങ്ങനെയൊക്കെ ആയിരുന്നാലും അതിനകത്ത് സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കുവാൻ, വാക്തത്വ നിവർത്തി പ്രാപിക്കുവാൻ, ദീർഘക്ഷമയോടെ ഇരുന്ന് വാക്തത്വത്തിന്റെ നിവർത്തി പ്രാപിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തെ ഒരുക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. സ്വർഗത്തിന്റെ കൃപ കൂടിയിരിക്കും, സ്വർഗത്തിന്റെ കൃപ ജനത്തോടു കൂടിയിരിക്കും. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവ് നാമത്തിൽ ഈ കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 2026 എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു. യേശു കർത്താവിനോട് കൂടെ നടക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. താങ്ക്സ്.